Hello friends, welcome to eureka. We will discuss ICC class 10 string manipulation sample question. Our question is write a program to input a sentence and count number of vowels in it. That is, we will sentence input and vowels count. Vowels are A, E, I, O, U. അതിന്റെ കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അപ്പർ കേസ് ലോവർ കേസ് എല്ലാം ഇൻക്ലൂഡ് ആവും. വവൽസ് എത്രണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്ട്രിംഗ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് com.strings എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വവൽ കൗണ്ട് എന്ന് കൊടുക്കാം, പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മെയിൻ കൊടുക്കാം. അപ്പോൾ വവൽ കൗണ്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, നമ്മൾ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു ഇൻപുട്ട് വാങ്ങിക്കണം അല്ലേ, ഒരു സെൻറ്റൻസ്. അപ്പോൾ സിസ്ഔട്ടിനകത്ത് എൻ്റർ എ സെൻറ്റൻസ് എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്റൻസ് എങ്ങനെയാണ് വാങ്ങിക്കുക, അതിൻ്റെ സ്കാനറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം .in എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ സ്കാനർ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെയാണ്, നമ്മൾ സെൻറ്റൻസ് വാങ്ങുന്ന ഡേറ്റ ടൈപ്പാണ് സ്ട്രിങ് S ഈക്വൽ ടു എന്തെങ്കിലും ഒരു വേരിയബിൾ നെയിം, സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞു ഒരെണ്ണം ഇല്ല. നമ്മളെപ്പോഴും ഒരു സെൻറ്റൻസ് സ്ട്രിങ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങേണ്ടത് നെക്സ്റ്റ് ലൈനാണ്. ഓക്കെ, കൊടുത്തു. അപ്പം നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ്, വവലിൻ്റെ കൗണ്ടാണ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൗണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി എന്താ ചെയ്യുക, നമ്മൾ സ്ട്രിങ് ഐട്രേറ്റ് ചെയ്തിട്ട് അത് ഓരോ ഇൻഡെക്സിൽ കിടക്കുന്ന ഓരോന്ന് എടുത്തിട്ട് അത് വവലാണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നത് അല്ലേ. അതിനകത്ത് ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സും കാണും സ്മോൾ ലെറ്റേഴ്സും കാണും. അപ്പം നമ്മൾ കണ്ടീഷൻ എഴുതി കൊടുക്കുമ്പോൾ എക്ക് ഈക്വൽ ആണോ, വവൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, A, E, I, O, U ആണ്, ശരിയല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എക്ക് ഈക്വൽ വന്നാലും സ്മോൾ എക്ക് ഈക്വൽ വന്നാലും വവൽ കൗണ്ട് ഇൻക്രിമെൻ്റ് ആവണം. അതുപോലെ ഈ ക്യാപിറ്റൽ ഇ വന്നാലും സ്മോൾ ഇ വന്നാലും അങ്ങനെ വവൽസ് ലോവർ കേസോ അപ്പർ കേസോ എങ്ങനെ വന്നാലും ഇൻക്രിമെൻ്റ് ആവണം. അപ്പം നമുക്ക് ക്യാപിറ്റൽ സ്മോൾ ഇതെല്ലാം കണ്ടീഷനിൽ എഴുതി കൊടുക്കാം, അങ്ങനെ വേണേൽ കൊടുക്കാം. പക്ഷെ അതിനേക്കാളും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് കിട്ടുമ്പോഴേ ഒന്നുകിൽ മൊത്തത്തിന് അതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെ മൊത്തത്തിൽ അതിനെ ലോവർ കേസ് വെച്ച്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ലോവർ കേസിലോട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ എസിനകത്തല്ലേ എൻ്റെ സ്ട്രിങ്. അപ്പോൾ S ഈക്വൽ ടു എസിനകത്തോട്ട് തന്നെ S ഡോട്ട് ടു ലോവർ കേസ്. നിങ്ങൾക്ക് വേണേൽ അപ്പർ കേസ് വേണേൽ അപ്പർ കേസും കൊടുക്കാം കേട്ടോ, അത് യുവർ ചോയ്സ്. കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എസിനകത്ത് നമ്മൾ എങ്ങനെ ക്യാപിറ്റലായിട്ടോ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ്, നമ്മളിത് ഐട്രേറ്റ് ചെയ്യണം. ഫോർ ഇൻറ്റ് I ഈക്വൽ ടു 0th ഇൻഡെക്സ് തൊട്ട് I ലെസ് ദാൻ S ഡോട്ട് ലെങ്ത് എന്ന് കൊടുക്കുക. പിന്നെ I++, അതറിയാലോ, ഓരോ ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് നമുക്ക് എടുക്കാനാണ് അല്ലേ. എന്നിട്ട് അതിനകത്ത് ഓരോ ക്യാരക്ടറായിട്ട് എടുക്കണം. അപ്പം നമ്മൾ അറേ ആണെങ്കിൽ അറേ ഓഫ് I എന്ന് എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ അപ്പോൾ നമ്മൾ ഓരോ ക്യാരക്ടറായിട്ട് എടുക്കുന്നതുകൊണ്ട് ക്യാർ എന്തെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ടു S ഡോട്ട് ക്യാരറ്റ് I എന്ന് കൊടുത്താൽ മതി. അതായത് ഇതിപ്പോൾ ഐട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇപ്പം ഞാൻ മുമ്പത്തെ എക്സാമ്പിളിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ഗ്രേപ്സ് ആർ സോർ ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, 0th ഇൻഡെക്സിൽ G, ഇത് ഫസ്റ്റ് ഇൻഡെക്സിൽ R, ഇത് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, പിന്നെ 6th ഇൻഡെക്സിൽ empty സ്പേസ്, ഇങ്ങനെയാണ് ഇത് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ G എടുക്കും അല്ലേ. അപ്പോൾ I ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ എസിൻ്റെ ith ഇൻഡെക്സ് കിടക്കുന്ന ക്യാരക്ടറിനെ എടുത്ത് സിക്കകത്തോട്ട് കൊടുക്കും. അപ്പോൾ ith ഇൻഡെക്സ് കിടക്കുന്ന ക്യാരക്ടർ ഐയുടെ വാല്യൂ 0 അല്ലേ, 0th ഇൻഡെക്സ് കിടക്കുന്ന ക്യാരക്ടർ ഇപ്പോൾ സിയിലുണ്ട്. ഇനി ആ ക്യാരക്ടർ A, E, I, O, U ഇതിനേതെങ്കിലും ഈക്വൽ ആണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടീഷൻ കൊടുക്കേണ്ടത് ഇഫ് C ഈക്വൽ ടു A ആണെങ്കിൽ, പിടികിട്ടിയോ, അല്ലെങ്കിൽ C ഈക്വൽ ടു E ആണെങ്കിൽ, അതും അല്ലെങ്കിൽ A, E, I, O, U അല്ലേ, C ഈക്വൽ ടു I ആണെങ്കിൽ, സോറി കോഡ്സ് കൊടുത്തില്ല, A, E, I ആയി, ഇനി OU കൊടുക്കണം അല്ലേ. C ഈക്വൽ ടു O ആണെങ്കിൽ, നെക്സ്റ്റ് C ഈക്വൽ ടു
യു ആണെങ്കിൽ. ഇപ്പം നമ്മൾ ഇതെല്ലാം കൊടുത്തു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ടീഷൻ തന്നെ വീണ്ടും നിങ്ങൾ ഓറിട്ട് അപ്പർ കേസിലെ ഇതൂടെ എഴുതി കൊടുക്കണം. പിടികിട്ടിയോ? അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇനി ഇവിടെ ഞാൻ ടു അപ്പർ കേസ് എന്നാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പം എന്താണ് നമ്മൾ കൊടുത്ത എന്താണോ അത് അപ്പർ കേസിലല്ലേ സ്റ്റോറായിട്ട് കിടക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ക്യാപിറ്റൽ ഇ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോവർ കേസ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ലോവർ കൊടുത്തത്. ഇവിടെ അപ്പറാണ് കൊടുത്തെങ്കിൽ കാരണം ആ കേസുമായിട്ടല്ലേ മാച്ച് ആവത്തുള്ളൂ. എന്നിട്ട് അതാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനകത്തോട്ട് കയറിയിട്ട് കൗണ്ട് ++ കൊടുക്കുക. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ. ഇനി നമ്മൾ ഈ ഫോർ ലൂപ്പ് വെളി വന്നിട്ട് സിസ് ഔട്ട് വവൽ കൗണ്ട് ഈസ് എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കൗണ്ട് പ്രിന്റ് ചെയ്താൽ മതി പ്ലസ് കൗണ്ട്. അപ്പം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ നമ്മൾ ഒരു സെന്റൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ മിക്സ് ആയിട്ട് കൊടുക്കാം. ആൻ ആപ്പിൾ എ ഡേ തന്നെ കൊടുക്കാം. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ എവേ. ഇപ്പം ഇതിനകത്ത് ഞാൻ ക്യാപിറ്റൽ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, അതൊരു വവ്വലും ആണ്. അപ്പൊ നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ദ വവ്വൽ കൗണ്ട് 11. നമുക്ക് ഇതിനകത്ത് എത്ര വവ്വൽസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. കറക്റ്റ് ആയില്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താലും മതി. അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ ലോവർ കേസിന് കൊടുത്തുകൊണ്ട് നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇൻപുട്ട് കൊടുത്താലും അതിനെ മൊത്തം ലോവർ കേസിലോട്ടാക്കിയിട്ടേ പ്രോസസ്സ് ചെയ്തിട്ടുള്ളൂ. പിടികിട്ടിയല്ലോ? അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ അപ്പർ കേസാണ് കൊടുത്തെങ്കിൽ ഇവിടെ ക്യാപിറ്റലി അങ്ങനെ കൊടുക്കാവുള്ളൂ. പിടികിട്ടിയല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.